ഞാൻ സ്റ്റോറി പ്രൊഫഷണൽ ബിക്കോസ് ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈം തന്നെ ഹിറ്റായി. എന്നോട് എന്താ ഒരു ചില്ലാവും നൈറ്റ് ഡാൻസ് സമയക്കാൻ നല്ല അച്ഛനെ വെച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു സാറ്? ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഓൾറെഡി ട്രീ ഒക്കെ നമ്മൾ ഡെക്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് ഒരു ചിൽ ഔട്ട് എല്ലാവരെയും വിളിച്ച് ഫുഡൊക്കെ കഴിച്ച് 10 നുണയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുക. എന്തരുത് നുണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുന്ദരി രമണി നമസ്കാരം പറയും. ഹായ് 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 അവിടെ സെക്രട്ടറി സന്ധ്യ, ട്രഷറർ മീനാക്ഷി. ഓക്കെ, സോ നമ്മള് ഇവരെല്ലാം ഈ കൂട്ടാങ്ങളെല്ലാം അവിടെ വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കണം. ഇനി മാമി വരും, അക്കു വരും, അബി വരും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് അക്കുവിനെ കാണാനില്ല. അക്കുവിന് മൊണ്ടി നീരായിരുന്നു. അപ്പം മംസ് വന്നിട്ട് അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ അവൻ കുറഞ്ഞ് അഡ്മിറ്റ് കഴിഞ്ഞിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പം പിന്നെ നാളെ അവന്റെ ഇത് സ്കൂളിൽ ക്യാമ്പിനൊക്കെ പോണം NSSന്റെ. സോ നമ്മള് ഒരു ഫുഡ് എന്താ ഒരു ചെല്ലാവും നൈറ്റ് ഡാൻസ് സമയക്കാൻ നല്ല അച്ഛനെ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ട് പോവാണ്. ഞെട്ടി അവിടെ നോക്കൂ അവർ എങ്ങനെയുണ്ടായിരുന്നു സാറ്? ഈ കൂട്ടങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിട്ട് പോവാണ് ഗൈസ്. ദ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എല്ലാവരുടെ അടുക്കളയിൽ നിന്ന് ആടിയും ബഹളവും പള്ളുള്ളിയൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മട്ടൺ ബിരിയാണി, ബിക്കോസ് വി ഹാവ് എ മട്ടൺ ലവർ, ചിക്കൻ സ്റ്റൂ ആൻഡ് അപ്പം, പിന്നെ നല്ല പ്ലം കേക്കും ഉണ്ട്, വൈനും ഉണ്ട്. വൈൻ വേണോ നിങ്ങൾക്ക്? കുറച്ച് വൈൻ സത്യം. ഓക്കെ ഗൈസ്, വൈനാണ് അത്. നമ്മൾ ഇന്നാള് കോട്ടയം വഴി വന്നപ്പോഴത്തേക്ക് ഒരു വീട്ടിൽ തേൻ കൊടുക്കുമെന്ന് പറഞ്ഞ് പോയായിരുന്നു. അപ്പൊ അവിടെ തേൻ വാങ്ങാൻ നിന്നപ്പോ അവിടുത്തെ ഒരു ആന്റി എന്ന 2 വർഷം പഴക്കമുള്ള മുന്തിരി വൈൻ, അതായത് നല്ല വൈനാണ്, അല്ലാതെ മറ്റേ ആൽക്കഹോളിക് വൈൻ അല്ല, നല്ല വൈൻ. ഇപ്പൊ മുന്തിരി വൈൻ, ജാതിക്കാര വൈൻ, തേന്റെ നെല്ലിക്കര വൈനൊക്കെ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കൂല, ബിക്കോസ് എനിക്ക് കുടിച്ച അപ്പം ആക്നെ വരും, ഇൻഫ്ലമേഷൻ വരും എനിക്ക് ബോഡിക്ക്. സോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്ലം കേക്ക് കട്ട് ചെയ്ത് വൈനൊക്കെ കുടിച്ച് നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ വേണ്ടിട്ട് പോവാണ്. സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ചത്തിരിക്കാതെ എല്ലാരും അങ്ങോട്ട് കാണിയില്ലേ, ഇങ്ങനെ കാണിക്കേ, ഇങ്ങനെ കൈവക്ക്. വീഡിയോ നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ വിരവി കൊടുക്കണം. അപ്പോഴാണ് ഇതിന്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ഇലയൊക്കെ പിടിച്ച്. ജസ്റ്റ് എന്താ വെച്ചാൽ നമ്മള് മട്ടൺ ബിരിയാണി കഴിക്കാൻ ഞാൻ, അബി, മാളുമില്ല, അമ്മ, അക്കു, 4 പേരേ ഉള്ളൂ. മാളൊരു കല്യാണത്തിന് മീനാക്ഷി 5. ഓക്കെ, അപ്പം ബാക്കി ഇവിടെ എന്റെ അമ്മൂമ്മയെ കണ്ടോണ്ടിരിക്കുന്നു. ഒന്ന് കാണിക്ക്, സൂം ചെയ്യും. പുള്ളിക്കാരി വ്രതത്തിലാണ്. നേരെ അപ്പൂപ്പനീസെ ആ അമ്പലൊക്കെ പോറ്റിയെ ഉത്സവമായതുകൊണ്ട് അവിടെ 3 ദിവസത്തെ വ്രതമാണ്. അപ്പൊ ഇവര് എത്ര ദിവസം വ്രതമായത്? അപ്പൂപ്പൻ അവിടെ പൂജയൊക്കെ ചെയ്യാനുണ്ട്. പൂജ ചെയ്യണ ആൾക്കാർക്ക് വേവിച്ച കൊടുക്കണം, ഭയങ്കര വ്രതം സംഭവം. അപ്പൊ അതുകൊണ്ട് അമ്മൂമ്മയ്ക്കും ഇല്ല മട്ടൻ. അലർജിയാ? ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മണം വന്നേ, നല്ല മണം. മീനശിന്നുണ്ട് എനിക്ക് മാത്രം ഫീൽ ചെയ്താണെന്ന് അറിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ അതിലാണ് പച്ച ചിക്കനോട് എനിക്ക് പഠിച്ചത്. പച്ച മാംസത്തിനോട് എനിക്ക് ഇത്ര പ്രേമം തോന്നുന്നത്. സത്യം അല്ലേ? പൊക്കമുടിയും കൊണ്ട് ഞാൻ പറഞ്ഞു, നീ ഇവിടെ നീലഫം കതിര പരസ്യം പോലെ കളിപ്പിച്ചത് സത്യം. പുള്ളി പിന്നെ നമ്മൾ ഇതില് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് പേസ്റ്റ് കൂടെ ഇടണം. 1 സ്പൂൺ ഇട്ടാൽ മതി. ഞാനത് മറന്നുപോയി. ഇനി ഞാൻ ഇളക്കൂല, കാരണം ഇനി ഇളക്കി എന്റെ കൈ വേദനിക്കും. ഇത് 3 കൂടെ മിക്സ് ചെയ്ത് വെളുത്തുള്ളി കൈ എരിയോ അമ്മ? പക്ഷെ നല്ല മണം കേട്ടോ അമ്മ.
നമ്മുടെ ബിരിയാണി ഏകദേശം റൈസ് സെറ്റായി. ഇനി കുക്കറിൽ നിന്ന് ഒരു 3 ഫിസിലൂടെ കേട്ടാൽ മട്ട സെറ്റോ. പിന്നെ ഗ്രേവിയും കൂടെ എങ്ങനെ വെച്ചിട്ട് നമ്മൾ ലെയർ ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് നമ്മൾ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോണ. സ്പൈസസ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി കരിഞ്ഞ് അല്ല വെളുത്തുള്ളി കരിഞ്ഞ് സ്പൈസസ് എല്ലാം കൂടെ എണ്ണയിലിട്ട് വറുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചവളം എല്ലാം കൂടെ കുഞ്ഞു അരിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആക്കിയെടുക്കണം. ജസ്റ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ ചിക്കനും അപ്പം ചിക്കൻ സ്റ്റൂവും അപ്പവും ഇതൊന്ന് വഴണ്ട് കുറച്ച് കളർ മാറുമ്പോൾ നമ്മുടെ ചോപ്ഡ് ഓണിയൻ. ഇപ്പം ഞാൻ സ്റ്റൂയിൽ പ്രൊഫഷണൽ ബിക്കോസ് ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈം തന്നെ ഹിറ്റായി. നീ കൂട്ടിയില്ലേ? നമ്മളാ ഒടുക്കത്തെ ഫിസിന് മുമ്പുള്ള രണ്ടാമത്തെ ഫിസിൽ വന്നത്. ഇത് കുറച്ചൊന്നും ഗോൾഡൻ കളർ ആകുമ്പോൾ ഉള്ളിയിട്ട് വഴട്ടാം നമുക്ക്. അങ്ങനെ നമ്മള് വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയാണ്. ഇപ്പൊ എത്ര മണിയാ മീനും? 6:41. യെസ്. അപ്പൊ 7 മണിക്ക് കഴിക്കാന്നുള്ള പ്ലാനിലാണ് തുടങ്ങിയത്. അപ്പൊ 7 മണിക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയതിന്റെ കുറച്ച് ഫ്ലോപ്പുകൾ നമ്മളെ സൈഡിൽ നിന്ന് പറ്റി. കുക്കറിട്ട് വേവിച്ചപ്പം വെള്ളം കൂടിപ്പോയി. അപ്പൊ എന്താ ഇത് വറ്റാൻ വേണ്ടിയിട്ട് അധികം കുറച്ച് സമയം എടുത്ത് ഇതിലും കുറച്ച് വെള്ളം കൂടിപ്പോയി. പക്ഷെ ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഉപ്പും കുറച്ച് കൂടുതലായിരുന്നു. ഒരു ഭയങ്കര ഡാർക്ക് കളർ വരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഫ്ലോപ്പ്. പക്ഷെ ഫ്ലോപ്പ് ആയില്ല ഗൈസ്. ഇത് ഇങ്ങനെ മിക്സ് എല്ലാം കൂടെ മിക്സ് ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയ്ക്ക് പോളോ നിങ്ങൾ ചോദിച്ചില്ല എന്തോ ഞാൻ പോളയെ കാണിക്കരുത്. പോള ഈ പുറത്തുനിന്ന് ആൾക്കാരെ കാണാൻ ഭയങ്കര സീനാണ്. എന്നാളൊരു കൊതുവരും കൊണ്ട് ഒരു ചെറുപ്പം വന്ന് അവനെ തിന്നില്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സീനാണ് പോളോ. അപ്പൊ നമുക്ക് ആരെങ്കിലും വീട്ടിൽ വന്നെങ്കിൽ ദയവ് ഇത് ഗേറ്റിന്റെ അവിടെ നിന്ന് കോളിംഗ് ബെൽ അടിക്കണം. അല്ലെങ്കിൽ പോളോ തിന്നെന്നും പറഞ്ഞ് ഇനി എന്റെ അടുത്തോട്ട് വരരുത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതാ നമ്മുടെ ചിക്കൻ സ്റ്റൂ ആണ്. ഇത് ഏകദേശം അല്ല ഫുൾ സെറ്റായി. ഇനി ജസ്റ്റ് ഉള്ളി ഇങ്ങനെ വറുത്ത് അമൃത താളിച്ച പോലെ ഗംഗ താളിക്കും. ഓക്കെ. അപ്പൊ ഈ സ്റ്റൂ കറക്റ്റ് ആയി. ഇനി അത് കുറച്ച് നേരം ഇതൊന്ന് കുറുമ്പോഴാണ് ആവുന്നത്. അപ്പൊ ഇത്ര ഉള്ളു. ഇനി റൈസ് ഇട്ട് ദം ചെയ്യണം. അപ്പൊ അത്രേ ഉള്ളു ഗൈസ് നമ്മുടെ പരിപാടി. ഇനി നമുക്ക് ഡൈനിങ് ടേബിളിൽ മൂക്കുമുട്ടത്തില്ലെന്നത് കാണാം. കമോ. അങ്ങനെ ഫൈനലി ഇത്ര 7 മണിയായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സത്യം പറഞ്ഞ മട്ടൻ ബിരിയാണി ഫ്ലോപ്പ് ആയതാണ് എൻ്റെ ഞാൻ അങ്ങനെ വിചാരിച്ചത്. കാരണം വെള്ളം കൂടിപ്പോയി. പിന്നെ റൈസൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ കടം വാങ്ങിച്ച റൈസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഒരുവിധം സെറ്റ് ചെയ്തത്. മട്ടൻ ബിരിയാണി ഇത് നമുക്ക് 2 പേരുണ്ട് ഗൈസ്. വെജീസ് മൃദമുള്ള 2 ആൾക്കാർക്ക്. നോർമൽ റൈസ് ബിരിയാണി റൈസ് പിന്നെ സാലഡ് പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇത് കൂടെ ഉണ്ട്. പിന്നെ ഇത് മെയിനായിട്ട് നമ്മുടെ പരിഗണിച്ച മട്ടൻ സ്റ്റൂ ചിക്കൻ സ്റ്റൂ നമുക്ക് നാളെ എടുക്കാം. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഹോപ്പോടുകൂടി ദോശയും ചമ്മന്തിയും മാറി ഇല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാറും മാറിയിട്ട് അവിടെയൊക്കെ കുടിച്ചിറക്കണം. ചിക്കൻ സ്റ്റൂ നമുക്ക്. ആൻഡ് ഇത് പനീറാണ്. പനീർ ബട്ടർ മസാല. അതെനിക്ക് വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തതാണ്. ആൻഡ് ഇത് ഗോബി ഡ്രൈ ഫ്രൈ. കാരണം വെജ് ഞാൻ 2 പേരുണ്ട്. പിന്നെ അപ്പം ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, നമ്മുടെ പ്ലം കേക്ക്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. അക്കു എവിടെ പോയില്ലെന്ന് ചോദിച്ചില്ലേ? കുറെ വീഡിയോസ് ഉണ്ട് അക്കു എവിടെ പോയി. അക്കുവിനെ മാത്രം കൊണ്ടുനീര് വന്ന അവിടെ അവന് മുണ്ടിനീര് വന്ന് നല്ല സീനായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പനിയായിരുന്നു, ബോധമില്ലായിരുന്നു. ഇപ്പം കുട്ടി ഉയർത്തെണീറ്റ് വന്നതാണ് ഗൈസ് ക്രിസ്മസിന്റെ അന്ന്. ഓക്കെ വേണം കഴിക്കാൻ മതി. അക്കു മറ്റേ ഇന്ന് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ കണക്കെട്ടി കെട്ടി. അക്കു ഇവിടെ കെടി. കൊള്ളാല്ലേ? കൊള്ളാമോ? ഞാൻ വെച്ച പനീർ അക്കു എങ്ങനെയുണ്ട് എന്നെ? ഈ ബ്ലാക്ക് ഇങ്ങോട്ട് നീക്കോ. അവനൊരു മൈക്കോട്. അബി നിന്റെ റിവ്യൂ കൂടെ പറ. എങ്ങനെയുണ്ട്? അമ്പളിയിലായിരുന്നു. പിന്നെ അമ്പളി എന്തൊക്കെയോ പറയുന്നു. നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം. ബൈ.
സോ ഗൈസ് അങ്ങനെ ഒരു ഫുഡ് അടിയെ കഴിഞ്ഞു ഒരു 10 മിനിറ്റ് ആയി. വയറൊക്കെ ഇതുവരെ എത്തിയ ബിരിയാണി ഇതുവരെ ബിരിയാണിയായി. അപ്പം എന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ കേക്ക് ഞാൻ കഴിക്കാൻ പോണി. ഇതിന് മുമ്പ് 1-2 മാസം മുന്നേ ഞാൻ കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നേ. നിഷ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ചേച്ചിനെ കൊണ്ട് കേക്ക് ഒക്കെ കട്ട് ചെയ്യിപ്പിച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു. അന്ന് ആ ദിവസം ഞാൻ കഴിക്കുകയില്ലായിരുന്നു, കാരണം ഞാൻ അങ്ങനെ ഷുഗർ അങ്ങനെ കഴിക്കണല്ലോ. പക്ഷെ ഈ വർഷത്തിൽ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഞാൻ കേക്ക് കഴിക്കാൻ വേണ്ടി വരണം. ബിക്കോസ് എനിക്ക് ഓൾറെഡി ഇവിടെ കണ്ടാൽ നിങ്ങൾ നല്ലൊരു ഇൻഫ്ലമേഷൻ വന്നിരിപ്പുണ്ട്, നല്ല വേദനയുണ്ട്. എന്തായാലും ഞാൻ ഷുഗർ ഒന്നും എടുക്കുക, എന്നാലും ഒരു ഇൻഫ്ലമേഷൻ വന്ന് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ട് എനിക്ക് ഇങ്ങനെ വരാറുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഒരു കേക്ക് കഴിക്കാന്ന്. സോ ഗൈസ്, ഹാപ്പി ക്രിസ്മസ്. നല്ല രസമായിരുന്നു ഇന്നത്തെ ദിവസം. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു 9 മണിയെങ്കിലും ആവുന്നാണ് വിചാരിച്ചു ഫുഡ് കഴിക്കാൻ. പക്ഷെ ആയില്ല. ഫുഡ് കഴിച്ച് എല്ലാവരും സംസാരിച്ചു, എല്ലാവരും ഒരുമിച്ചുള്ള കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒന്നാമത് ഞാൻ അറിഞ്ഞൂടാ, എനിക്ക് കുക്കിംഗ് അറിഞ്ഞൂടാ, എനിക്ക് ഇഷ്ടമല്ല കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെ അവരെന്റെ ദോശ അങ്ങനെ എനിക്ക് ഇഷ്ടം. പക്ഷെ ഈ കൊതി തോന്നുന്ന ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ അങ്ങനെക്കാളും ഇപ്പൊ ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം. സോ അങ്ങനെ ചുട്ടി കുറച്ച് കേക്കരട്ടാ തിന്നാതി മക്കളെ, മധുരം പൊന്നിന് തന്നൂടാ, ഉണക്കാതാ. അപ്പം എനിക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് കുക്കിംഗ് ചെയ്ത് സംസാരിച്ച് എല്ലാം അടിപൊളിയാണ്, നല്ല രസമാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമ്മുടെ ട്രീ വെച്ചേക്കണന്റെ അവിടെ പോയി കുറച്ച് വൈനൊക്കെ, ഞാനല്ല ഇനച്ചേക്ക കുറച്ച് വൈൻ കുടിച്ച് കുറച്ച് നേരം നമുക്ക് ചില്ലടിക്കാൻ വിചാരിച്ചു. ഇനി കേക്ക് വെക്കട്ടെ. ബൈ.